അമേരിക്കയും ഇറാനുമായിട്ടുള്ള യുദ്ധം ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏൽക്കുന്നതിൻ്റെ 10 ഇരട്ടി പ്രഹരമാണ് ഇറാനിൽ നിന്ന് അമേരിക്കയ്ക്കും ഈ പറയുന്ന ഇസ്രയേലിനും ഉണ്ടാകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ 2 ഇസ്രയേലികൾ കൂടി മരിച്ചു എന്നുള്ള വാർത്ത. എന്തായാലും ഈ ഒരു യുദ്ധം വലിയ രീതിയിൽ തന്നെ ആളിക്കത്തുകയാണ്. അത് പശ്ചിമേഷ്യ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 ഇരട്ടി പ്രഹരമാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഏൽക്കേണ്ടി വരുന്നത്. ഇത് ലോകത്തെ വലിയ നാശനഷ്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പശ്ചിമേഷ്യ പട്ടിണി ഭീഷണിയിൽ ആണ് എന്നുള്ളതാണ്. ഇത് പശ്ചിമേഷ്യ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ ബാധിക്കുന്നത് ഇസ്രയേലിനെ കൂടിയാണ്. കാരണം അവിടെയും പട്ടിണിയാകും, അവിടെയും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ജനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇനി യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ചെങ്കടൽ കൂടി അടയ്ക്കാനുള്ള സാധ്യത വരുമ്പോൾ വ്യവസായ മേഖലയടക്കം ഇസ്രയേലിന് കനത്ത വെല്ലുവിളിയാകും. അത് ഇസ്രയേലിനെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തട്ട് ഇളക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും യുദ്ധം തുടങ്ങിയവർക്ക് തന്നെ അതൊരു തിരിച്ചടിയാകുന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ പശ്ചിമേഷ്യയിൽ തുടരുന്ന രൂക്ഷമായിട്ടുള്ള യുദ്ധം മേഖലയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു മുന്നറിയിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചാൽ ഗസയിൽ നടന്ന ഒരു സംഭവം. അതേ അവസ്ഥ ഇന്ന് ഒരു പക്ഷേ പശ്ചിമേഷ്യയിൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് തരുന്നത്. അതായത് ഇറാന്റെ പ്രഹരം എന്ന് പറയുന്നത് എത്ര മാത്രമുണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പശ്ചിമേഷ്യ പട്ടിണിയിലാകുന്നു എന്ന് പറയുമ്പോൾ ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പൽ പോലും മുന്നോട്ട് പോകുന്നില്ല. അവിടുത്തെ ഈ അവശ്യ സാധനങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിലും സമ്പദ് മേഖലയിലും ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ പട്ടിണിയൊക്കെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് വരികയാണ്. ഇത് ഈ പശ്ചിമേഷ്യ, നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യ മാത്രമല്ല, അമേരിക്ക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇതൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തടസ്സപ്പെടുമ്പോൾ അത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിട്ട് ഇരു രാജ്യങ്ങളിലും മാറും. ഈ സംഘർഷം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ വരും ജൂൺ മാസത്തോടെ ഏകദേശം 4.5 കോടിയിലധികം ആളുകൾ കടുത്ത പട്ടിണിയിലാകുമെന്നുള്ള സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വ്യക്തമാക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഈ ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്കയും കൂടി ചേർന്നിട്ട് ഇറാനെ ഇത്രയേറെ ആക്രമിച്ചപ്പോൾ ഇറാൻ തിരിഞ്ഞു നിന്ന് ഒരു അടിച്ച അടി എന്ന് പറയുന്നത് എത്രത്തോളമാണ് ഈ ലോകത്തെ മുഴുവൻ പ്രശ്നത്തിലേക്ക് ആക്കിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ ലോകത്തെ സാധാരണ സിവിലിയന്മാരോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെയോ ആക്രമിക്കാനുള്ള ഒരു നീക്കങ്ങളൊന്നും ഇറാന്റെ ഭാഗത്തില്ല. പക്ഷെ ഇറാൻ ഇത്തരം കടലിടുക്കുകളിൽ ഈ കപ്പൽ പോകാൻ അനുവദിക്കാത്തതിന്റെ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലിന്റെയും പത്തി താഴ്ത്തുക, അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്യുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും അധികാരമോഹവുമായിട്ട് നിൽക്കുന്ന ട്രംപിന് ഇത് പിടിച്ചടക്കണം എന്നുള്ളതാണ്. പക്ഷേ ട്രംപിന്റെ നിലകളൊക്കെ മാറി, അല്ലെങ്കിൽ ട്രംപും നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലൊക്കെ മാറുന്ന രീതിയിലേക്കുള്ള യുദ്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യുദ്ധം മൂലം മേഖലയിലെ വിതരണ ശൃംഖലകൾ പൂർണ്ണമായിട്ട് തുടരുകയും അത്യാവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമായിട്ട് ഉയരുകയും ചെയ്യുന്നത് ഈ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കിയിട്ടുണ്ട്. കാരണം ഇത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കും. ഇത് സാധാരണക്കാർക്ക് ഒട്ടും അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിരിക്കത്തില്ല. ഈ യുദ്ധം മൂലം തന്നെ വ്യാപകമായിട്ട് കൃഷിഭൂമികൾ നശിക്കപ്പെട്ടതും ഗതാഗത മാർഗ തടസ്സങ്ങൾ പെട്ടതും ഈ ഭക്ഷ്യലഭ്യത സാരമായിട്ട് ബാധിച്ചതും ഒക്കെ വലിയ പ്രശ്നത്തിലായിട്ടുണ്ട്. എന്തായാലും ഇസ്രയേൽ, അമേരിക്ക പോലുള്ള അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. അത് എത്രത്തോളമാണ് ഈ പറയുന്ന യുദ്ധത്തിന്റെ ആഘാതം കൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ ദുരന്തത്തിന്റെ പ്രധാന ഇരകൾ സ്ത്രീകളും കുട്ടികളും ആയിരിക്കുമെന്നും പ്രത്യേകം റിപ്പോർട്ടിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മാനവിക സഹായവുമായിട്ട് എത്തുന്ന വാഹനങ്ങൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അടിയന്തരമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തടസ്സമില്ലാതെ ഭക്ഷണവും മരുന്നും എത്തിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തില്ല എങ്കിൽ പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പട്ടിണി ദുരന്തമായിട്ട് ഈ യുദ്ധം മാറുമെന്നാണ് WFP മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സാരമായിട്ടാണ് ഈ പറയുന്ന ഇസ്രയേൽ
ഇസ്രായേലിനെയും അമേരിക്കയും ബാധിക്കാൻ പോകുന്നത്. അവിടുത്തെ ജനങ്ങളും ഇതിനോടൊപ്പം തന്നെ ബാധിക്കപ്പെടുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ഇസ്രായേലിനെ തീർത്തും ഇത് ബാധിക്കുമെന്നത് മറ്റൊരു കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾക്കും ഇത് ദോഷം ചെയ്യും. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിക്കും. ഇനി ഇറാന്റെ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് വീണ്ടും ഒരു കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് IRGC. ഇത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട് അവിടുത്തെ 2 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ്. എന്തായാലും ഈ യുദ്ധം അവസാനിക്കുന്നില്ല, യുദ്ധം മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഈ നിലവിലെ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ നേതാക്കളെ വധിച്ചു എന്ന് കൊട്ടി ആഘോഷം നടക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ നാശനഷ്ടങ്ങൾ പറയാനോ അല്ലെങ്കിൽ മരണങ്ങൾ സ്ഥിരീകരിക്കാനോ ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. മാത്രമല്ല കടുത്ത വെല്ലുവിളിയാണ് IRGC ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാത്രി ശത്രുവിന്റെ ആകാശം നിങ്ങൾക്ക് കൂടുതൽ വർണ്ണാഭമായിരിക്കുന്നത് കാണാം. അതായത് കുറേയേറെ മിസൈലുകൾ ഞങ്ങൾ വർഷിക്കും എന്നുള്ളൊരു കടുത്ത തീരുമാനമാണ് IRGC എടുത്തിരിക്കുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുകയാണ്. അതായത് എത്രത്തോളമാണ് യുദ്ധം ഇനി കടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആഗോള പ്രത്യാഘാതങ്ങളുടെ തരംഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇനി IRGC അല്ലെങ്കിൽ ഇറാന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നതാണ് ഈ പറയുന്ന വിദഗ്ധർ ഉൾപ്പെടെ നോക്കിക്കാണുന്നത്. അവർ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സമ്പത്ത്, വിശ്വാസം, വംശം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറും. അതായത് അത്രയും കടുത്ത നിലപാടോടുകൂടി ഇറാൻ രംഗത്തിറങ്ങുകയാണ്. ഇതെല്ലാം നടക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള ഭയം ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേലിൽ അല്ലെങ്കിൽ അമേരിക്ക ഇത്തരം കാര്യങ്ങൾ ഇറാനിലേക്ക് നടത്തുന്നതിനോട് അവിടുത്തെ ജനങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി ഈ ഒരു ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ ഇനി ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങി വരില്ല എന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാർഗൻ ഗാലിഗാഫിന്റെ മുന്നറിയിപ്പും കൂടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇറാൻ വെച്ചടി ഓരോ മുന്നറിയിപ്പുകളും കടുത്ത നിയന്ത്രണങ്ങളും ഒക്കെ നടത്തുകയാണ്. അത് അമേരിക്കയും ഇസ്രായേലിനെയും വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയാണ്. കാരണം പശ്ചിമേഷ്യയുടെ അടിത്തട്ട് മൊത്തത്തിൽ ഇളകിയ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷമാണ് നടക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയായിട്ടാണ് ഈ ഒരു സംഘർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആഗോള ഊർജ വിതരണ ശൃംഖലയുടെ സുസ്ഥിരതയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഹോർമുസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന സൂചന വീണ്ടും ഇറാൻ നൽകുകയാണ്. ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വ്യാപാര നഷ്ടം മാത്രമല്ല, മറിച്ച് ദശകങ്ങളായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന സമുദ്ര ആധിപത്യത്തിലേക്ക് എത്തുന്ന ഒരു കനത്ത പ്രഹരം കൂടിയാണ്. എന്തായാലും ലോക വ്യാപാരത്തിന്റെ നിയന്ത്രണം റഷ്യയുടെയും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ചൈനയുടെയും കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്തുന്നതോടെ അമേരിക്കൻ ഡോളറിന് പകരം മറ്റ് കറൻസി വ്യാപാരത്തിനായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. അതായത് ഒരു യുദ്ധം പുറപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. അതായത് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ലോബിയുടെ അടിത്തറ ഇളകും. മാത്രമല്ല റഷ്യയുടെ സൈനിക സംരക്ഷണത്തിലുള്ള ഈ പാതയിലൂടെയുള്ള കപ്പലുകൾ സുരക്ഷിതമായിട്ട് കടന്നു പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് ഹബ്ബ് ആയി ഈ ഒരു സ്ഥലം മാറും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു പുതിയ സാമ്പത്തിക ലോകക്രമത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കൂടി ഉണ്ടാകുകയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്കും അവരുടെ സമ്പദ് വ്യവസ്ഥയിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടിത്തട്ട് ഇളകി. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടാലും യാതൊരു തരത്തിലുള്ള പിന്മാറ്റത്തിലേക്കോ അല്ലെങ്കിൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കോ ഉള്ള ചിന്തകളൊന്നും ഇറാൻ തൽക്കാലം നോക്കുന്നില്ല. എത്രത്തോളമാണോ പ്രഹരം ഏൽപ്പിക്കാവുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണോ ആക്രമിക്കാവുന്നത്, ഇനി എവിടം വരെ പോകാൻ പറ്റും, അത്തരത്തിലുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാകുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് വരികയാണ്. നമ്മൾ ഇത് ഗസയിൽ എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ്. കാരണം
വിളറിയ കണ്ണുകൾ ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നതും അവിടെ ആ കുഞ്ഞുങ്ങൾ ഭക്ഷണവും ഈ മെഡിസിനും ഒക്കെ കിട്ടാതെ മരിച്ചു വീഴുമ്പോഴും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടതാണ് അവരുടെ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ മാറും എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലേക്ക് മാറും എന്നുള്ളൊരു മുന്നറിയിപ്പ് വരികയാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന കനത്ത പ്രഹരം എന്ന് പറയുന്നത് അവർക്ക് എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷെ തങ്ങൾ ഈ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതിപ്പോൾ പശ്ചിമേഷ്യ ബാധിക്കുന്നത് പോലെ തന്നെ ഇസ്രയേലിനെയും ഈ പറയുന്ന അമേരിക്കയും ബാധിക്കും. അത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും.